പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് വെന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദ്യയിൽ യാത്ര ചെയ്യുന്നവർ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ മക്കളെ, ദൈവവുമായിട്ടുള്ള ഡീലിങ്സ് വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സെമിനാർ പഠിക്കാറെത്തി അവിടെ ചില ആൾക്കാരൊക്കെ പഠിക്കാതെ എന്നോട് ഞാൻ സെമിനാർ പഠിക്കാൻ കാലത്ത് ഈ സ്റ്റഡിയുടെ പഠന സമയമുണ്ടല്ലോ, ആ സമയത്ത് ചില സമയത്തൊക്കെ നാടകം എഴുതും, ചില സമയത്ത് ചെറുകഥ കോമ്പറ്റീഷൻ വരും, ഒക്കെ എഴുതും, ചിലപ്പോൾ കവിത കോമ്പറ്റീഷനൊക്കെ എഴുതും. അപ്പോൾ കൂട്ടുകാരുണ്ടല്ലോ, ആ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കേ. കൂട്ടുകാർ പഠിത്തം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ചെവി പറയും, എന്താണ് റീക്കുള്ള തയ്യാറെടുപ്പാണല്ലേ,
റീ എന്ന് അവിടെ പറയണം. റീ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുന്ന അതിന് അർത്ഥം. പഠിക്കണ സമയത്ത് ഇരുന്ന് കഥ എഴുതി കഴിഞ്ഞാൽ റീ എക്സാം എഴുതേണ്ടി വരുമെന്നാണ് അർത്ഥം. ഇതേ അപ്പോൾ അത് നിങ്ങൾ എന്താ പറയണത്, അങ്ങനെ സപ്ലി. അതാണ് ഇപ്പോൾ ഈ ദൈവത്തിലുള്ള ഡീലീസ് സൂക്ഷിച്ചൊരു സപ്ലി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഹാഗർ എങ്ങനെ കഥാപാത്രമായതാണ്, എബ്രഹാത്തിന് എങ്ങനെയാണ് ഈ ബലിയർപ്പിക്കേണ്ടി വന്നത് സ്വന്തം മകന്. അതെല്ലാം സപ്ലിയാണ്. ഹാഗർ സപ്ലിയാണ്, എബ്രഹാത്തിൻ്റെ ബലിയും സപ്ലിയാണ്. എന്നുവെച്ചാൽ റീ എക്സാമാണ്. ഒരു എക്സാമിന് തോറ്റാൽ ദൈവം അടുത്ത് അതിനേക്കാൾ ഭാരമുള്ള വേറെ എക്സാം വെക്കും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരാളെ എക്സാം ചെയ്ത് സത്യസന്ധമാണെന്ന് കണ്ടാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഹാഗർ എങ്ങനെ വന്നതാണ്? സാറാടെ ചിരിയിൽ നിന്നാണ് ഹാഗർ വരണത്. കർത്താവ് ആദ്യം പറഞ്ഞില്ലേ, അടുത്ത വസന്തത്തിൽ ഞാൻ ഇതിലേ കടന്നു പോകുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറയത്തില്ലേ. ഉടനെ സാറ ചിരിച്ച്. കാരണം ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചു. അപ്പം എന്ത് പറ്റി? അവിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിച്ച ആ അവസ്ഥയിൽ ദൈവമായിട്ട് ഡീലിങ് നടക്കത്തില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ വിശ്വാസം തെളിയിക്കണം. അപ്പം സാറ വന്ന് എബ്രാഹും അതിൽ പെട്ടുപോയി. സാറ ചിരിച്ചപ്പോൾ എബ്രഹാത്തിന് സാറാനെ ഒന്ന് ശാസിക്കാമായിരുന്നു. പക്ഷെ എബ്രഹാം മിണ്ടിയില്ല. അതൊരു പുതുമയായിട്ട് എടുത്ത്. ദൈവമാണ് സംസാരിക്കണം എന്നുള്ള ദൈവം എബ്രഹാത്തിന് തോന്നിയില്ല. 30:18 കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിൽക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി, എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അതായത് എൻ്റെ ഒരു വാക്ക് ദൈവം തിരികെ ചേർത്തിട്ടുണ്ട്. 18:11 വായിച്ചേ. കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അതിൻ്റെ തീർച്ചയായും തിരികെ വരുമെന്ന്, തീർച്ചക്കാണ് പ്രാധാന്യം. വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും എന്ന് പറയുമ്പോൾ അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അപ്പോൾ എന്താണ്? ഞാൻ അടുത്ത വസന്തത്തിൽ തീർച്ചയായും ഞാൻ തിരികെ വരും. അപ്പോൾ തീർച്ചയായും നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അത് ആ തീർച്ചയായും എന്നുള്ളത് അണ്ടർസ്റ്റുഡാണത്. പക്ഷെ ഇത് വചനം കേട്ടിട്ട് ആ പൊട്ടിക്ക് മനസ്സിലായില്ല. അവൾ ചിരിച്ച്. ആ ചിരിച്ചു കഴിഞ്ഞുള്ളവരുടെ കുഴപ്പം വെച്ചാൽ ദൈവത്തിൻ്റെ വചനം അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല എന്ന് പറയുന്നില്ല. ഹെബ്രായർ 4:2 എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അതാണ് വചനം. ഇപ്പം ഇവിടെ ചിരിച്ചപ്പോൾ എന്ത് പറ്റി? വചനം വിശ്വസിച്ചില്ല. അപ്പോൾ ആ കേട്ട വചനം ഇനി പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്ത്? ഇനി ഇവരുടെ അവിശ്വാസം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത്? ലോത്തിനെ ഇളക്കി വിട്ട്. ലോത്തൊക്കെ വെറുതെ അവിടെ ഇവൻ പറഞ്ഞ ഈ ലോത്തൊക്കെ ഇവർ പറഞ്ഞ കേട്ട് ഈ കുഞ്ഞാടിനെ പോലെ പുറകെയാണ്. അല്ലെങ്കിൽ എബ്രഹാം കൊണ്ടുവരുക ലോത്തിനെ. ലോത്ത് വല്ല ഗുണ്ടായുസം കൊണ്ടാ കാണിക്കണമെന്നുണ്ടെങ്കിൽ ലോത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ പഞ്ചപുച്ച ഉടക്കിയ ഇയാളുടെ ഒരു ദാസനായിട്ട് പോകുന്ന ആളാണ്. പക്ഷെ ഇവർ ദൈവത്തിൻ്റെ മുമ്പിൽ ചിരിച്ച് പണി മേടിച്ചപ്പോൾ ലോത്തിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു. എന്താണ്? അവനവരുടെ കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പിന്നെ എബ്രാഹത്തിനെ സമ്മർദ്ദത്തിലാക്കി. വെള്ളപ്രശ്നവും അങ്ങനെ പല പ്രശ്നം വരാൻ പോകുന്നുണ്ട്. ഇതുപോലെ ലോത്ത് കുറച്ച്
പരുക്കനായി. സാറായിക്ക് ലോത്തിനെ സംശയം. എബ്രാഹിം അങ്ങ് വീട് ചത്തു കഴിഞ്ഞാൽ പിന്നെ ലോത്തിൻ്റെ ഭരണവില വരാൻ പോണത്. അപ്പോൾ സാറാനെ എങ്ങനെയും കൊന്നാൽ എന്ത് ചെയ്യും? സമ്പത്തെല്ലാം അടിച്ചെടുക്കൽ. ഈ ലോത്ത് കഥാപാത്രമല്ല, ചിരിച്ച് കഥാപാത്രം. ഇവള് ചിരിച്ച് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ആ കണക്ഷൻ പോയി. അപ്പം ലോത്ത് ബലം പ്രാപിച്ചു. നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന കുഴപ്പമാണ്, നിങ്ങളീ പ്രാർത്ഥന മുടക്കുകയും നിങ്ങൾക്ക് ഇത്തിരി പണം കിട്ടിക്കഴിയുമ്പോഴും ജോലി കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിനൊക്കെ മറക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവായിട്ട് ഭയങ്കര സ്നേഹവും പൊന്നും തേനും ഒക്കെ ആയിരുന്നു, മക്കളുമായിട്ടൊക്കെ ഭയങ്കരമായിരുന്നു. നിങ്ങൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ കറക്കവും പിന്നെ കുർബാനയില്ല, അവിടെ പോകുന്നു, പിന്നെ ജോഗിങ് അല്ലല്ല, ഓരോ സ്ഥലത്ത് റിസോർട്ടിൽ പോയി ആൾക്കാർ താമസിക്കല്ലേ, ഞായറാഴ്ച അങ്ങ് പോയി താമസിക്കും, കുർബാനക്ക് പോകത്തില്ല. കാര്യം എന്താ? അവർക്ക് ഇനിയിപ്പോൾ ദൈവത്തിന് ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യും? അവസാനം ആ മക്കളുമൊക്കെ തോന്നിയവാസികളായി. നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കേമത്തം കൊണ്ട് ഒരുത്തൻ പാട്ടുപാടാൻ പോയി അവൻ്റെ കുടുംബം ഇന്ന് മൊത്തം നശിച്ചിരിക്കുക അല്ലേ? ദൈവത്തിനെ മറന്ന പണി കിട്ടും. അതായത് നമുക്ക് ദൈവവിശ്വാസം ഉണ്ടായാലും ദൈവത്തിൻ്റെ ആ ചൈതന്യത്തിൽ വളർന്നു വന്നതിന് ശേഷം നമ്മളിത്തിരി രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ മറക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റടക്ക് പോകത്തില്ല. ഇപ്പം സാറാവുന്ന ചിരിച്ചതാണ് കൂടാരത്തിൻ്റെ പുറയുന്നുണ്ട്. ഇപ്പം എന്നാ പറ്റി? ലോത്ത് അത്രയും നാളും പത്തി മുടക്കിടന്ന് ലോത്ത് ബലം പ്രാപിച്ച്. സാറൊക്കെ പേടിയായി. സാറാ പറഞ്ഞ്, ദൈവത്തിൻ്റെ വാക്യം കേട്ടുകൊണ്ട് കാത്തിരുന്ന നിങ്ങളുടെ തലേന്ന് ഞൊട്ടിക്കൊണ്ട് ശത്രുക്കൾ പോകും, അതുകൊണ്ട് ഹാഗറിനെ പ്രാപിക്കൂ, പിള്ളേരുണ്ടാകട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ എബ്രാഹത്തിന് ആ സ്ത്രീ അവതാളത്തിലാക്കി. എബ്രാഹം പേടിച്ചു പോയി. അപ്പോൾ ഉടനെ ഹാഗർ ഗർഭിണിയായി. അപ്പോഴേ ആ എബ്രാഹം സാറാ പറഞ്ഞ കേട്ടില്ലേ? സാറാ പറഞ്ഞ കേട്ടാണല്ലോ എബ്രാഹം ദൈവം എന്താ പറഞ്ഞത്? വസന്തത്തിൽ തീർച്ചയായും ഞാൻ എതിരെ പോകും, അപ്പോൾ നിനക്കൊരു ആൺകുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ട ആളാണ് എബ്രാഹം സാറാ പറഞ്ഞ കേട്ടപ്പോൾ ഇനിയിപ്പോൾ ദൈവം എപ്പോഴാണ് അറിയത്തില്ലല്ലോ എന്ന് ചെയ്തുകൊണ്ട് അയാൾ ആഗറിനെ പ്രാപിച്ചു, ഇസ്മയിൽ ജനിച്ചു. പിന്നെ എന്ത് ചെയ്ത്? ദൈവം വാക്ക് പാലിച്ചു. ദൈവം ഇസഹാക്കിനെ കൊടുത്തു. പക്ഷേ ആഗർ എങ്ങനെയാണോ സാറായുടെ ചിരിയിലൂടെ രംഗത്ത് വന്ന് ഇവർക്കെതിരായത്, അതുപോലെ ഹാഗർ സാറാക്കെതിരായി. ദൈവം പറഞ്ഞാൽ കേൾക്കാതെ എബ്രാഹം സാഗറിനെ പ്രാപിച്ചതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ പരീക്ഷണത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അതാണ് ഇസഹാക്കിൻ്റെ ബലി എന്ന് പറയുന്നത്. ഇസഹാക്കിൻ്റെ ബലി എബ്രാഹം മലത്തി വെച്ചതാണ്. ഈ ഹാഗറിനെ പ്രാപിക്കാതിരുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം പോലെ വിശ്വാസത്തോടെയും പ്രത്യേകം കാത്തിരുന്നെങ്കിൽ എബ്രാഹത്തിൻ്റെ ബലി ഒഴിവാക്കാമായിരുന്നു. അത് എൻ്റെ ഒരു സ്വകാര്യ ചിന്തയാണ്. സഭ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പഠനങ്ങളൊന്നുമില്ല. എന്നാലും ഈ പ്രലോഭനങ്ങൾ രണ്ടും നമ്മളെപ്പോഴും ഞാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ ഒഴിവാക്കിയാൽ, നമ്മൾ അതിനേക്കാൾ വലിയ ഒരു കുരിശ് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഇനി വരാമ്പോൾ അതിനേക്കാൾ വലിയ കുരിശായിരിക്കും. അതാണ് ഓരോ ഈ എബ്രാഹത്തിൻ്റെ സാറായുടെയും കഥയുടെ അന്തർധാരയിൽ പോകുന്ന ഒരു നൂലതാണ് ശരിക്കും. എബ്രാഹത്തിന് രണ്ടിനും പണി കിട്ടില്ലേ? തിരിച്ച് സാറായ്ക്ക് ഹാഗറിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി. സാറാ പറഞ്ഞ കേട്ട് ഹാഗറിനെ പ്രാപിച്ച എബ്രാഹത്തിന് സ്വന്തം മകനെ ബലിയർപ്പിക്കേണ്ടി വരുന്ന, ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനല്ലേ അയാൾ അനുഭവിച്ച് കൂട്ടിയത്. പല ടെൻഷനും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതിന് പകരം സാഹചര്യ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിശബ്ദമാവുക, ദൈവവഴികൾക്ക് വേണ്ടി കാത്തിരിക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സാവകാശം വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട്
മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആ ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. ഇത് നമുക്ക് പലപ്പോഴും ഉപകരിക്കാതെ പോകുന്നതിൻ്റെ കാരണം എബ്രിയ 4:2 ഈ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിക്കാറില്ല. ദൈവ വാഗ്ദാനത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതിൽ ദൈവവചന ഉടമ്പടിയിൽ അരമണിക്കൂർ വായിക്കാൻ പറയാമെന്ന് പറയുമ്പോൾ, ബൈബിൾ വായിക്കുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണം. അന്ന് വായിക്കുന്ന വചനങ്ങൾ നിങ്ങൾ അതേപടി അത് നിങ്ങളുടെ ജീവിതമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ പാലിക്കാനുള്ളതാണ്. അതങ്ങോട്ട് വിശ്വസിക്കുക, കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക. ഇതൊരു മെനോക്കാർഡാണ് ബൈബിൾ. നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചത് വചനം കൊണ്ടാണ്. ആ വചനത്തിൻ്റെ അകത്ത് തന്നെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം തന്നിരിക്കുക. ഞമ്മൊരു ഹോട്ടലിൽ പോകുമ്പോഴത്തേക്ക് മെനു കാർഡ് നോക്കി ഓരോ ഓർഡർ ചെയ്യുന്ന പോലെ അവിടെ എല്ലാം ലഭിക്കും. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കണം, മെനു കാർഡ് കാണിച്ച് ഇതാണ് എനിക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും. ഇവിടെ ഈ മെനു കാർഡിൽ അവിടെ ഹോട്ടലിലാണെങ്കിൽ പൈസ കൊടുക്കണം. അത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ അത് കഴിഞ്ഞാൽ ബിൽ പേ ചെയ്യണം. ഇവിടെ നമുക്ക് വേണ്ടി ബിൽ എല്ലാം നമ്മളെ പിതാവ് അത് അടച്ചു കഴിഞ്ഞ് സൗജന്യമാണ്. നീ ചെയ്യേണ്ടത് വിശ്വസിച്ചാൽ മാത്രം മതി. എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം വാഗ്ദാനമായിട്ട് ദൈവം ഇതിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക, ബൈബിളിൽ വെച്ചിരിക്കുക. അത് കണ്ടെത്തുക, അതിന് വായിക്കണം, അതിൽ വിശ്വസിക്കണം. അത് നിൻ്റെ മനസ്സിൻ്റെ അകത്ത് സ്വീകരിച്ച് വെക്കുക. എന്നിട്ട് നിനക്ക് ആവശ്യമുള്ളത് എല്ലാം ഈ വചനം പറഞ്ഞ് ദൈവത്തോട് വിശ്വസിച്ച് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെയാ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ ചേട്ടനോ അനിയനോ ആരെങ്കിലും ഡിസ്ട്രിക്ട് കളക്ടറാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് വീടിൻ്റെ ജപ്തി വന്നിരിക്കുക, നോട്ടീസ് വന്ന്. അപ്പോൾ നിങ്ങളെ ചേട്ടൻ നിങ്ങളോട് വിളിച്ച് പറയുകയാണ്, ഞാനല്ലേ, ഇതിൻ്റെ കംപ്ലീറ്റ് അധികാരം എൻ്റെ കയ്യിലാണ്, നീ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട, നടപടിക്രമങ്ങളൊക്കെ അതുപടി നടക്കട്ടെ, ഉദ്യോഗസ്ഥന്മാരൊക്കെ വരട്ടെ, നോട്ടീസ് ഒട്ടിക്കട്ടെ. പക്ഷേ ഇത് അവസാനം ഫയൽ എൻ്റെ അടുത്തല്ലേ വരുന്നത്, ഞാൻ അത് നിനക്ക് അനുകൂലമായിട്ട് എഴുതി നിൻ്റെ കടങ്ങളൊക്കെ ഞാൻ റിജക്റ്റ് ചെയ്ത് കളയാം, കടം എല്ലാം മാപ്പാക്കി തരാം എന്ന് വാക്ക് പറഞ്ഞിരിക്കുക. അത് നിൻ്റെ സ്വന്തം ചേട്ടനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ 5-8 ഉദ്യോഗസ്ഥന്മാർ വന്ന്
നിങ്ങളെ വീടിൻ്റെ സ്ഥലം അളക്കാനും വാതിക്കലിൽ നോട്ടീസ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിക്കാൻ പാടുണ്ടോ? ഇതിൻ്റെ അവസാനം ഫയലിട്ട് എത്തേണ്ടത് എൻ്റെ ചേട്ടൻ്റെ അടുത്താണ്. ചേട്ടൻ്റെ കയ്യിൽ അധികാരമുണ്ട്. അങ്ങേര് എനിക്ക് അനുകൂലമായിട്ട് ആ ഫയൽ മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മളെ പിതാവ് നമുക്ക് വാക്ക് തന്നിരിക്കുക, ഫയൽ എൻ്റെ കയ്യിൽ അവസാനം എത്തേണ്ടിയത്. ഈ ലോകത്തിൻ്റെ സകല അധികാരവും എൻ്റെ കയ്യിലാണ്. ഈ ലോകത്തിലുള്ള നടപടി ക്രമത്തെക്കുറിച്ച് നിനക്ക് പ്രതികൂലമായിട്ട് അനുഭവപ്പെടുന്നതിനെക്കുറിച്ച് നീ ഒരു കാലത്തും ഒരു കാരണം കൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇത് അവസാനം എത്തേണ്ടി എൻ്റെ കയ്യിലാണ്. അത് ഞാൻ നിനക്ക് അനുകൂലമായിട്ട് മാറ്റിത്തരും. ഇത് തന്നെയാണ് ഈ മൊത്തം വാഗ്ദാനങ്ങൾ. നമുക്ക് ആ വിശ്വാസമില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ സങ്കടപ്പെടുന്നത്. വചനം നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നിനക്കത് അവരുടെ അനുഭവം കിട്ടും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ആദ്യം ദൈവ വാഗ്ദാനത്തിലാണ് വിശ്വസിക്കേണ്ടത്. എന്നാലേ നിനക്ക് ഉടമ്പടിയെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവുള്ളൂ. ദൈവമായിട്ട് ഞാനൊരു ഉടമ്പടിയിൽ ആണ്. പലപ്പോഴും നമുക്കത് അത് ഉപകരിക്കാത്തതിൻ്റെ കാരണം ആ വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. ഞാനതെന്താ ഇത് വെറുതെ കേട്ടിട്ടോ പറയാനോ പഠിച്ചിട്ടോ എന്ന് പറയുന്നില്ല. ഇതൊക്കെ അനുഭവിച്ചതാണ്. ദൈവത്തെ അനുഭവിച്ചിട്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ജപമാലയും ഇതേപോലത്തെ ഒരു ബൈബിളാണ്. ഈ ചെറിയ ബൈബിൾ എപ്പോഴും ഉണ്ടാവും, പോക്കറ്റിലുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കയ്യിൽ എന്ത് കുറവുണ്ടെങ്കിലും, സാമ്പത്തികമായിട്ട് കുറവുണ്ടെങ്കിലും ഒരു 5-6 ബൈബിൾ കയ്യിലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെയും അത് വാങ്ങിച്ച് വയ്ക്കുക. ഒരു ജപമാലയും കഴുത്തിലിട്ട് വയ്ക്കുക. നീ പോകുന്ന സ്ഥലത്തെല്ലാം നീ കൊണ്ടുപോകുന്ന ബാഗും അതേപോലെ ഹാൻഡ് ബാഗിൽ ആദ്യം ബൈബിൾ ഉണ്ടാകണം. ഇത് കിടക്കുന്ന ബെഡിൻ്റെ സൈഡിൽ ഇപ്പുറത്തും അപ്പുറത്തും ആയിട്ട് ഒരു ബൈബിൾ ഉണ്ടാകണം. അടുക്കളയിൽ ഒരു ബൈബിൾ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിനക്ക് ദൈവം ഒരു കാരണമില്ലാതെ, പലപ്പോഴും നമുക്ക് പല അനുഭവം ഉണ്ടാവും, ഒരു കാരണമില്ലാതെ ഒരു സങ്കടം മനസ്സിൽ തോന്നിക്കും. അത് ദൈവം എന്തോ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ആ സമയത്തെല്ലാം ബൈബിൾ എടുക്കുക. ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് ബൈബിൾ എടുത്ത് വായിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഉടമ്പടി കാലത്ത് 3 മാസക്കാലത്ത് നിങ്ങൾക്കത് പരിശീലിക്കാം. അരമണിക്കൂർ വായിക്കാനുള്ളത് കാലത്തെ 10 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് 5 മിനിറ്റായിട്ട് വായിച്ച് തീർക്കാനേ ഉള്ളൂ. അപ്പോൾ അതിന് കുറേ അവസരം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം തന്നെ അത് സൃഷ്ടിച്ച് തരും. ഒരു വിഷമം വന്ന്, ആരെങ്കിലുമായിട്ട് ഒരു പ്രശ്നം വന്ന് അത് പ്രതികരിക്കേണ്ട സമയമായി, അപ്പോൾ പ്രതികരിക്കരുത്. 5 മിനിറ്റ് ബൈബിൾ എടുത്ത് വായിക്കുക, തുടർച്ചയായിട്ട് വായിക്കുക. അതിൽ ഉത്തരം ദൈവം നിങ്ങളോട് സംസാരിക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ ബൈബിൾ പോക്കറ്റിലും ജപമാല എപ്പോഴും കഴുത്തിലുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു പ്രശ്നമാണെങ്കിൽ അത് ഏറ്റവും മുകളിലത്തെ പ്രശ്നം, നന്മയാണെങ്കിൽ അത് ഏറ്റവും അങ്ങോട്ട്. ദൈവം അത് കാണിച്ചു തരാനാ. ഇതൊരു കളിയാണ്, അഡ്വഞ്ചറസാണ്. നല്ല രസമാണ് ദൈവമായിട്ട് നടന്നു പോകാൻ, യാത്ര ചെയ്യാൻ. എനിക്ക് എൻ്റെ ബിസിനസ്സിലും അതിൽ കുറേ എനിക്കെതിരായിട്ട് കച്ചവടം ചെയ്യുന്നവരും കുറേ ഉദ്യോഗസ്ഥന്മാരായിട്ട് കുറേ കേസെല്ലാം ഉണ്ടായിരുന്നു. ഒരു വലിയവരാണ്. പക്ഷെ എൻ്റെ കൂടെ അതിനേക്കാൾ വലിയ ദൈവം ഉണ്ടായിരുന്നു. ഒരേ പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ നടന്ന കൂട്ടുകാരൻ ചോദിക്കും, ഇന്ന് പത്രത്തിലും ടി വിയിലും നിനക്കെതിരെ വലിയ പ്രശ്നങ്ങളാണല്ലോ പറയണത്, ഇത് പ്രശ്നമാവുമല്ലോ, അവർ വലിയ ആൾക്കാരാണ്. അപ്പം ഞാൻ ഇവനോട് പറയും, ഞാൻ പറയും അതിനേക്കാളും വലിയ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്, വലിയ ആളെൻ്റെ കയ്യിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം ചോദിക്കും മുഖ്യമന്ത്രിയാണോ? ഞാൻ പറഞ്ഞു അതിനേക്കാളും വലിയ ആൾ.
ഓ അപ്പോൾ സെൻട്രലിലായിരിക്കും പിടിച്ചിട്ടുള്ളത്. ഞാൻ ചിരിക്കും, അവനൊരു ഹൈന്ദവരാ. അവസാനം പറയും, എൻ്റെ അപ്പയും അമ്മയും ഉണ്ട് എൻ്റെ കൂടെ, അവരിതിനേക്കാളൊക്കെ വലിയവരാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ കള്ളക്കേസും കുറേ കേസെല്ലാം ആയി CBI ഇൻവെസ്റ്റിഗേഷൻ വരെ വന്ന്